RDX ആദ്യ വിഷയത്തിലേക്ക് മാർച്ചും മഹാസംഗമവും ഉപരോധവും രാപ്പകൽ സമരവും കടന്ന് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുകയാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ. ഇന്ന് സമരത്തിന്റെ 38ാം ദിവസം. ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾ അലസിപ്പിരിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയമാണോ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവാണോ കൂട്ടേണ്ടത് എന്ന തർക്കം പ്രഹേളികയായി തുടരുകയാണ്. വെറും 236 രൂപ കൊണ്ട് കേരളത്തിൽ ഒരു ദിവസം ജീവിക്കാനാകില്ല എന്നത് യാഥാർത്ഥ്യവും. ആശമാരുടേത് ജീവിത സമരമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഒരു കേന്ദ്ര പദ്ധതിക്കെതിരായ സമരത്തിന്റെ മുന സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം തിരിച്ചുവെക്കുന്നതിലെ ശരികേടും യുക്തിക്കുറവും RDX ഇക്കഴിഞ്ഞ ദിവസവും ചർച്ചയ്ക്കെടുത്തിരുന്നു. ഇരുവട്ടം ചർച്ച പരാജയപ്പെട്ട ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടി ആശാ സമരത്തിന്റെ ആരും അങ്ങനെ ചർച്ചയാക്കാത്ത ചിത്രം RDX പരിശോധിക്കുന്നു. ആദ്യം ഇന്ന് നടന്നതെന്തെന്ന് 59 സെക്കൻഡ്. ഒരു ദിവസം 2 വട്ടം ചർച്ച, രണ്ടും പരാജയം. NHM ഡയറക്ടറുമായി രാവിലെ ആശാവർക്കർമാർ നടത്തിയ ചർച്ചയിൽ ഒരു സമരാവശ്യത്തിലും തീരുമാനമായില്ല. മന്ത്രിതല ചർച്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന് ഡയറക്ടറുടെ വാഗ്ദാനം. ഉച്ചതിരിഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി വീണ്ടും ചർച്ച, അതും എങ്ങുമെത്തിയില്ല. സമരം നാളെ 39ാം ദിവസം. നാളെ മുതൽ രാപ്പകൽ സമരത്തിനൊപ്പം അനിശ്ചിതകാല നിരാഹാര സമരവും. മാർച്ച്, മഹാസംഗമം, സെക്രട്ടേറിയറ്റ് ഉപരോധം, അങ്ങനെ സമരരൂപം ആശമാർ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓണറേറിയം 700 രൂപ ആക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറായില്ലെന്ന് സമര നേതൃത്വം. ആവശ്യങ്ങൾ ന്യായമെങ്കിലും 21,000 രൂപ ഓണറേറിയം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ പരിഗണിക്കാവുന്ന നിലയിലല്ല ഇപ്പോഴെന്ന് ആരോഗ്യമന്ത്രി. ഉടൻ 3 ഇരട്ടി കൂട്ടണമെന്ന് പറഞ്ഞാൽ പലതും പരിഗണിച്ചേ ആലോചിക്കാൻ പോലും ആകൂ. ഇക്കാര്യത്തിൽ അടുത്താഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ആശമാരുടെ ഓണറേറിയം സമയബന്ധിതമായി കൂട്ടുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞു. ആവശ്യങ്ങളെല്ലാം നേടുന്നതുവരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുമെന്ന് ആശമാർ. RDX റാപ്പ് ന്യൂസ് മലയാളം. ആശാവർക്കർമാരുടെ സമരം വിശദമായിട്ട് കഴിഞ്ഞ ദിവസം RDX പരിശോധിച്ചതാണ്. ഇന്ന് നമ്മൾ ഇന്നത്തെ സംഭവ വികാസങ്ങളുമായി ചേർന്ന് ആ വിശദാംശങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. സമരസമിതി പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫെബ്രുവരി 15-ാം തീയതി നടന്ന ആദ്യഘട്ട ചർച്ചയിൽ നിന്ന് പോലും പുരോഗതി ഉണ്ടായില്ല എന്നാണ് സമരസമിതി ഇന്ന് അതിനുശേഷം പറഞ്ഞത്. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം എന്നിവ ചർച്ചയായില്ല മന്ത്രിയുമായുള്ള ചർച്ചയിൽ എന്ന് അവർ പറയുന്നു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രമായിരുന്നു സർക്കാരിൻ്റെ ആവശ്യം. സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന ഒരൊറ്റ ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചത്. പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ ഇല്ലാതെ പേരിന് മാത്രം ഒരു ചർച്ച നടത്തിയെന്നാണ് സമരക്കാർ വന്ന് പറഞ്ഞത്. മുഴുവൻ സമരാവശ്യങ്ങളും അംഗീകരിക്കാതെ ഒത്തുതീർപ്പിനില്ല എന്ന ശക്തമായ നിലപാട് ആശാ സമരക്കാർ സ്വീകരിച്ചു. നാളെ രാവിലെ 11 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും എന്ന് അപ്പോഴാണ് പ്രഖ്യാപിച്ചത്. സമരത്തോട് സർക്കാരിന് ജനാധിപത്യപരമായ സമീപനമുണ്ടെന്നാണ് സർക്കാർ വാദം. സർക്കാർ മന്ത്രി പിന്നീട് പറഞ്ഞത് സർക്കാരിന് ആഗ്രഹം ആശമാർക്ക് തുക കൂട്ടി നൽകണമെന്ന് തന്നെയാണ്. അവർക്ക് തുക കുറയ്ക്കണമെന്നോ ഇപ്പോൾ ഉള്ളതുപോലെ നിൽക്കണമെന്നോ അല്ല, കൂട്ടണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം. പക്ഷേ ഒറ്റയടിക്ക് 3 ഇരട്ടി ഓണറേറിയം വർധന പ്രായോഗികമല്ല എന്ന കാര്യമാണ് വീണ ജോർജ് ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. ഓണറേറിയം മാനദണ്ഡങ്ങൾ മാറ്റി ഉത്തരവിറക്കി എന്ന് സർക്കാർ പറയുന്നു. 62ാം വയസ്സിൽ ആശമാർ പിരിഞ്ഞു പോകേണ്ടി വരില്ല എന്ന നിലപാടുകൂടെ അവരോട് പറഞ്ഞതായിട്ട് മന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലാകെ 26,125 ആശമാരാണ് ഉള്ളത്. സമരത്തിലുള്ളത് 400-450 വരെ ആശമാരാണ് എന്ന് മന്ത്രി പറഞ്ഞു. ഈ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ ആവശ്യങ്ങൾ അറിയിക്കും എന്ന് വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇൻസെന്റീവ് തുക കൂട്ടി നൽകാൻ ആവശ്യപ്പെടുമെന്ന് വാർത്താ സമ്മേളനത്തിലും സമരക്കാരോടും മന്ത്രി പറഞ്ഞു. സ്ത്രീ സന്നദ്ധ പ്രവർത്തക എന്ന ഗൈഡ് ലൈൻ മാറ്റാൻ അഭ്യർത്ഥിക്കും എന്ന് ഉടൻ കേന്ദ്രമന്ത്രിയെ കണ്ട ശേഷം ആവശ്യപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസിൽ മുഴുവൻ ആശമാരെയും ഭാഗമാക്കും എന്നൊരു കാര്യം കൂടെ മന്ത്രി പറയുകയുണ്ടായി. ഇതിനായി 1.5 വർഷമായി കേന്ദ്രവുമായി ആശയവിനിമയം നടത്തുകയാണെന്ന് നേരത്തെ മുതൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി അവർ ആവർത്തിച്ചു. ആശാവർക്കർമാരെ ഏറ്റവും നന്നായി പരിഗണിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന അവകാശവാദം ഇന്ന് മന്ത്രി വീണ ജോർജ് സമരത്തിലും പിന്നീടും എടുത്തു. ആശമാർക്ക് ലഭിക്കുന്നത് ഓണറേറിയവും ഇൻസെന്റീവുമാണ്. നമുക്ക് ആ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചാണ്. പക്ഷേ എങ്കിലും ഓണറേറിയം സംസ്ഥാനം മാത്രം നൽകുന്നത് 7,000 രൂപയാണ്. ഇൻസെന്റീവ് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് നൽകുന്നത് 3,000 രൂപയാണ്. അത് രണ്ടും ചേർന്നാണ്. ഇൻസെന്റീവിലേക്ക് കേന്ദ്രം നൽകുന്നത് 1,600 രൂപയാണ്, കേരളം 1,400 രൂപ. നേരത്തെ പറഞ്ഞ 7,000-ന് പുറമെ വാക്സിനേഷൻ അടക്കം ഓരോ സേവനത്തിനും പ്രത്യേകം ഇൻസെന്റീവ് എന്നതാണ് നില. കേരളത്തിൽ ഒരു ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നത് 13,000 രൂപ വരെയാണ് എന്ന് ഈ സമരം തുടങ്ങിയ കാലം തൊട്ട് സർക്കാർ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. 21,000 ഓണറേറിയം എന്നത് പ്രകടന പത്രിക വാഗ്ദാനമെന്ന് സമരക്കാർ പറയുന്നു. ആശയക്കുഴപ്പം, അതായത് പ്രകടന പത്രികയിലെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട ചെറിയ ആശയക്കുഴപ്പമുണ്ട്. തൊഴിൽ നയത്തിലെ 890-891 പോയിന്റുകളിലാണ് ഈ വാഗ്ദാനത്തിൽ ഒരു പിശക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരാശയക്കുഴപ്പം വന്നിട്ടുള്ളത്. 890-ാം പോയിന്റ് ഇങ്ങനെയാണ്: മിനിമം കൂലി 700 രൂപയാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നാണ്. 91-ാം പോയിന്റ് ആശമാരടക്കമുള്ളവരുടെ വേതനം ഉയർത്തുമെന്നാണ്. ഇത് രണ്ടും രണ്ടാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആശാവർക്കർമാർക്ക് ഇത്ര വർദ്ധിപ്പിക്കുമെന്നല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ തുക കുടിശ്ശികയെന്ന് കേരളം, ഇല്ലെന്ന് കേന്ദ്രം.
ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിക്ക് കാരണം. കേരളം പറയുന്നത് 2023-24 സാമ്പത്തിക വർഷത്തെ തുകയെ പറ്റിയാണ്. അത് കിട്ടിയിട്ടില്ല എന്ന് കേരളം പറയുന്നു. കേന്ദ്രം പറയുന്ന പക്ഷേ 24-25 സാമ്പത്തിക വർഷത്തെ തുകയുടെ കണക്കാണ്. അത് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേന്ദ്രം മറുപടിയായിട്ട് പറയുന്നത്. 23-24 കേന്ദ്രത്തിൽ ലഭിക്കേണ്ടത് 826.02 കോടി രൂപയാണ് ആകെ. അതിൽ 189.15 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. കുടിശ്ശിക 636 കോടിയാണ്. തടഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി കോ ബ്രാൻഡിങ്ങിലെ തർക്കത്തിലാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പരിശോധിച്ചാണ് ആശാസമരം ഉണ്ടായപ്പോൾ. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഹർഷൻ, നമുക്ക് പെട്ടെന്ന് ആശാസമരം ഒന്നുകൂടെ ചർച്ച ചെയ്ത് പോകാം. ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അവിടെയുണ്ട്. എന്തു പറഞ്ഞാലും സമരക്കാർ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ 450 ആളുകളാണെങ്കിലും അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ പക്ഷേ ഈ നിലപാട് നിൽക്കുകയാണ്. എങ്ങനെയാണ് പര്യവസാനം ഉണ്ടാകുമെന്നാണ് വിചാരിക്കാൻ പറ്റുക? ഒരു സമരത്തിൽ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൽ തീർച്ചയായും എല്ലാ മാർഗ്ഗങ്ങളും സമരക്കാർ പ്രയോഗിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ പ്രകടന പത്രികയിൽ 700 രൂപ ആക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് വേണമെങ്കിൽ സമരക്കാർക്ക് ചോദിക്കാം, അത് അവരുടെ അവകാശമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 രൂപ എന്നത് മിനിമം വേതനം എന്നത് തൊഴിൽ രംഗത്ത് അത് 700 രൂപയാക്കും എന്നതാണ്. അതേസമയം ആശാ വർക്കർമാരെ കുറിച്ച് പ്രത്യേകം വേറെ പറയുന്നുണ്ട്. അതായത് മുൻപ് വളരെ ആത്മാർത്ഥമായി സർക്കാർ ഇവരോട് അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നു. ആ സമീപനം തുടരും, അതിനെ കൂടുതൽ ശക്തമാക്കും എന്നാണ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായി പറയുന്നത്. ഇതിനകത്തൊരു കാര്യം, ഈ 21,000 എന്നത് 700 രൂപ എന്ന ആശാ വർക്കർമാരുടെ ആവശ്യം എന്നത് 100% ആത്മാർത്ഥമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും നിൽക്കേണ്ടതാണ്. ഈ 700 എന്നുള്ളതല്ല, CITU സമരം ചെയ്യുമ്പോൾ പറഞ്ഞ ഈ 26,000 എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ ഒരു തൊഴിൽ സാഹചര്യം വെച്ച് നോക്കുമ്പോഴും അവരുടെ ജോലിഭാരം വെച്ച് നോക്കുമ്പോഴും വളരെ പരിമിതമായ ഒരു തുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ പ്രശ്നം ഇത് അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് കേരളത്തിലാണ് ഏറ്റവും മോശം സാഹചര്യം എന്ന് പറഞ്ഞു വയ്ക്കുന്നതിലാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹചര്യം തന്നെയാണ് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം. അത് മെച്ചപ്പെടേണ്ടതാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹചര്യം എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. മാത്രമല്ല, ഈ മനുഷ്യത്വരഹിതമായ പല പരിപാടികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹരിയാനയിലായിക്കോട്ടെ അല്ലെങ്കിൽ തെലങ്കാനയിലായിക്കോട്ടെ, ഇവിടെയൊക്കെ GPS ട്രാക്കിംഗ് ആണ്. ഈ ആശാ വർക്കർമാരെ ആ രീതിയിലുള്ള ഇടപെടൽ എന്തായാലും ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കണം. മറ്റൊന്ന്, ആശാ സമരക്കാർ പറയുന്ന ഒരു കാര്യം, ബംഗാളിലെ പോലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവിടെ എന്തോ വിപ്ലവകരമായി നടന്നു കഴിഞ്ഞു എന്നാണ്. അവിടെ പോയി നോക്കുമ്പോഴാണ് 4,500 രൂപയാണ് ഇപ്പോഴും അവിടെ കൊടുക്കുന്നത് എന്നുള്ള വസ്തുതയിലേക്ക് നമ്മൾ വരിക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഈ സമരത്തിൽ. അത് അവതരിപ്പിക്കുമ്പോൾ ഇത് ഏറ്റവും മോശം സാഹചര്യം കേരളത്തിലാണ് എന്ന് പറഞ്ഞു വെച്ച് അവതരിപ്പിക്കുന്നതിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ അർത്ഥത്തിലും ആശമാരുടെ ആവശ്യത്തിനും എനിക്കിതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് ഈ വസ്തുതകളുടെ നിരത്തി വെച്ചിട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല ഈ സമരം തുടങ്ങിയതെന്നാണ്. കുറച്ച് വ്യാജങ്ങളുടെയും കുറച്ച് കയറ്റി അടിച്ച കാര്യങ്ങളുടെയും ഒക്കെ ഒരു പൊയ്ക്കാലും മേലാണ് ഈ സമരം തുടങ്ങിയത് എന്നൊരു പ്രശ്നം കേന്ദ്രത്തിനെതിരെ വരുന്നില്ല. അത് കേന്ദ്രത്തിനെതിരെ വരുന്നില്ല എന്ന് മാത്രമല്ല, വസ്തുതകൾ പറഞ്ഞിട്ട് വേണം. അതായത് ഇവിടെ താരതമ്യേന തെറ്റില്ലാത്ത സാഹചര്യമുണ്ട്. പക്ഷേ മറ്റ് തൊഴിൽ മേഖലകളിൽ ഉള്ളത്രയ്ക്ക് അനുകൂല നിലവല്ല ഇവർക്കുള്ളത്. അതുകൊണ്ട് ഈ നിലയ്ക്ക് നമ്മൾ സമരത്തിനായിട്ട് പോവുകയാണ്. സമരത്തിൽ കേന്ദ്ര സർക്കാരോട് ഒരു കക്ഷിയാണ് ഈ സമരത്തിന് അതിൻ്റെ കുന്തമുന അങ്ങോട്ടേക്ക് കൂടെ വേണം എന്ന നിലക്കുള്ളൊരു വർത്തമാനം ആശാമാരുടെ ഭാഗത്തുനിന്ന്, ഈ സമര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്, ആശാമാരുടെ ഭാഗത്തല്ല ഞാൻ പറയുന്നത്, ആ സമരം നടന്ന സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിപ്പോഴും വളരെ പ്രബലമാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സർക്കാരിന് ഇപ്പോഴും ഈ 10-32 ദിവസം കഴിഞ്ഞതിന് ശേഷം പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് പെട്ടെന്ന് സമരം തീർത്ത് കളയാമെന്ന ഒരു സമ്മർദ്ദത്തിലേക്ക് അവർക്ക് പോകാതിരിക്കാൻ സാധിക്കുന്നത് ഇവരുടെ സമരം പൂർണ്ണമായിട്ടും ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് പോകാം. 21,600 ആശമാരാണ് കേരളത്തിൽ ഉള്ളത്. അതിൽ 450 പേരാണ് സമരരംഗത്തുള്ളത് എന്ന് ഇന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 450 അല്ല, 45 പേരാണെങ്കിൽ പോലും ഇത്ര ദിവസങ്ങൾക്ക് ശേഷവും തീരുമാനമാകാതെ അവർക്ക് സമരം തുടരേണ്ടി വരുന്നത് സങ്കടകരമാണ്. പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയും അനുതാപവും സമരം ചെയ്യുന്ന ആ തൊഴിലാളികൾക്കൊപ്പം തന്നെ ഉണ്ടാകേണ്ടതുമാണ്. പക്ഷേ സമരം തീർക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് മാത്രമല്ല സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയ്ക്കും ഉത്തരവാദിത്തമുണ്ട് എന്നത് മറക്കരുത്. ഒരു കേന്ദ്ര പദ്ധതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സമരം. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ തരിമ്പും വിമർശിക്കാതെ സംസ്ഥാന സർക്കാരിനെതിരായി മാത്രമാണ് സമരം മുന്നോട്ട് പോകുന്നത് എന്നതിൽ ഒരു പ്രശ്നമുണ്ട് വിസിബിളായിട്ട്. ഇപ്പോഴത്തെ ചർച്ചകളുടെ കുന്തമുന കേന്ദ്ര സർക്കാരിലേക്ക് കൂടെ നീട്ടാതെ ഇങ്ങനെ അവരെ സമരത്തിനെത്തുന്നത് ശരിയല്ല എന്ന് സമര നേതാക്കൾ ഓർക്കണം. കേന്ദ്ര നയത്തിലെ സമൂല മാറ്റം ആവശ്യപ്പെടാൻ ഈ അവസരത്തെ അവർ ഉപയോഗിക്കുകയാണ് വേണ്ടത്. സംസ്ഥാന സർക്കാരും സമര നേതാക്കളും ചേർന്ന് കാര്യങ്ങളെ ആശാ വർക്കർമാർക്ക് അനുകൂലമായ ഒരിടത്തെത്തിക്കുന്നതിൽ ഇനിയും കാലതാമസം ഉണ്ടാകരുത് എന്ന് RDX വിചാരിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്